അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സത്യവിശ്വാസികൾക്ക് ഹൃദയത്തിന് വസന്തമേകിക്കൊണ്ട് ചെയ്തുപോയ തെറ്റുകളെല്ലാം പുറത്തു കിട്ടുന്ന, ധാരാളം നന്മകൾ നേടിയെടുക്കുവാൻ കഴിയുന്ന പുണ്യത്തിൻ്റെ പൂക്കാലമായ പരിശുദ്ധ റമദാനിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലേക്ക് നമ്മെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. എന്താണ് നോമ്പ്? എന്തിനാണ് നോമ്പ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി. എന്താണ് തഖ്വ? എന്താണ് തഖ്വ? ജീവിതത്തിൽ നന്മ ചെയ്തു പഠിക്കാൻ, ജീവിതത്തിൽ തിന്മകൾ പാടേ കൈയൊഴിയാൻ, തിന്മകളിൽ നിന്നും അകന്നകന്നകന്ന് ജീവിക്കാൻ, അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധ്യത്തോടുകൂടി നന്മകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. അതിനാണ് തഖ്വ നമുക്ക് ഉപകാരപ്പെടുക. ആ തഖ്വ നേടാൻ ഏറ്റവും നല്ല അവസരമാണ് പരിശുദ്ധമായ റമദാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നോമ്പിന് വലിയ മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങൾ ഈ ദിനരാത്രങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ. നോമ്പ് ഒരു പരിചയമാണ്. ജീവിതത്തിൽ വന്നു പോകുന്ന ഒരുപാട് സ്ഖലിതങ്ങളുണ്ട്. കണ്ണുകൊണ്ട്, നാവുകൊണ്ട്, കാതുകൊണ്ട്, ഹൃദയം കൊണ്ട് സംഭവിച്ചു പോകുന്ന തിന്മകൾ. ആ തിന്മകൾക്ക് മുമ്പിൽ അസ്സിയാമു ജുന്ന. നോമ്പൊരു പരിചയമാണ്. നോമ്പുകാരന് തിന്മ കാണാൻ കഴിയില്ല. നോമ്പുകാരന് തെറ്റുകളിലേക്ക് നടന്നെടുക്കാൻ കഴിയില്ല. അവിടെയെല്ലാം പരിചയമായി ഞാനൊരു നോമ്പുകാരനാണെന്നുള്ള ബോധ്യം അവനെ അതിൽ നിന്നും തടഞ്ഞു നിർത്തുമെന്നാണ്. മറ്റൊന്ന്, നോമ്പിന് മറ്റൊരു വലിയ പ്രതിഫലം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അടിമകൾക്ക് വേണ്ടി ഖുർആനും നോമ്പും ശുപാർശ പറയുമെന്നാണ്. നോമ്പ് പറയും, അല്ലാഹുവേ, പകലിൽ ഇവൻ്റെ ഭക്ഷണപാനീയങ്ങളും ഇവൻ്റെ ദേഹേച്ഛകളും അത് തടഞ്ഞു നിർത്തിയത് ഞാനാണ് റബ്ബേ. എനിക്ക് വേണ്ടിയാണ് അല്ലാഹുവേ അവനതിനെ തടഞ്ഞത് എന്നാണ്. പരിശുദ്ധ ഖുർആൻ പറയും, റബ്ബേ, രാത്രിയിൽ ഇവൻ്റെ ഉറക്കത്തെ തടഞ്ഞു നിർത്തിയത് ഞാനാണ്. അതുകൊണ്ട് പുറത്തു കൊടുക്കണേ എന്ന് അവ രണ്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊന്ന്, കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കണക്കില്ലാത്ത പ്രതിഫലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറയുന്നു, മനുഷ്യരുടെ എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുന്നതാണ് നോമ്പൊഴികെ. നോമ്പിന് അതെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, അള്ളാഹ്ക്ക് പ്രത്യേകമാക്കിയ ആ പരിശുദ്ധമായ നോമ്പ്, അതിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ റമദാനിൻ്റെ പുണ്യരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനകളോടുകൂടി ആ ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നുണ്ട്, നരകത്തിൽ നിന്നും അകറ്റുന്ന ഏറ്റവും വലിയൊരു സൽക്കർമ്മമാണ് നോമ്പ് എന്ന്. റസൂലുള്ളാഹി പറയാ, മൻ സ്വമ യൗമൻ ഫീ സബീലില്ലാ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖത്തെ 70 വർഷം അകലത്തേക്ക് നരകത്തിൽ നിന്നും അകറ്റുമെന്നാണ്. നമുക്ക് ഒരു 30 നോമ്പ് കിട്ടിയാൽ 2100 വർഷം അകലത്തേക്ക് അവൻ്റെ നരകത്തെ അകറ്റാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഏതു നോമ്പും, സുന്നത്തായാലും ഫർളായാലും ഏത് നോമ്പെടുത്താലും 70 വർഷം വഴി ദൂരത്തേക്ക് നരകത്തെ അകറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഈ നോമ്പിനെ നമ്മൾ സ്വീകരിക്കണം. ഇത് പുണ്യങ്ങളുടെ പൂക്കാലമാക്കണം. പേപ്പറിലൊക്കെ നോമ്പ് വരുമ്പോൾ പത്രങ്ങളിൽ നമ്മൾ കാണും, പുണ്യങ്ങളുടെ പൂക്കാലത്തിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ അതാകണം. പുണ്യങ്ങളുടെ പൂക്കാലമാകാൻ എന്താണ് മാർഗം? വ്യത്യസ്തമായ ഇബാദാത്തുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിനെ കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ അൻവാഉൽ ഇബാദാത്ത്, വ്യത്യസ്തമായ ധാരാളം ഇബാദത്തുകൾ അദ്ദേഹം ചെയ്യുമായിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രാവിലെയും വൈകുന്നേരവും ദിക്ർ ഉണ്ടാകണം. നമുക്ക് സദാസമയം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു ദിക്ർ ഉണ്ടാകണം. അതുപോലെ തന്നെ സുബഹി നമസ്കാര ശേഷം പള്ളിയിലിരുന്ന് ആ നമസ്കാരവും നിർവഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സ്വല്ല ഫജ്റൻ ഫി ജമാഅ. ആരെങ്കിലും ജമാഅത്തായി സുബഹി നമസ്കരിച്ചു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ തആല ഹത്താ തത്ലുഅ അശംസ്. സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിയിലിരുന്നു. സുമ്മ സ്വല്ല റക്അത്തൈനി. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു എങ്കിൽ അവനെന്തുണ്ട്? കാനത്ത് ലഹു കഅജ്റ ഹജ്ജത്തിൻ വ ഉംറ. അവന് ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലിയുണ്ട്.
താമ്മത്തൻ താമ്മ, പരിപൂർണമായ കൂലി എന്ന് റസൂലുള്ള പറയുന്നുണ്ട്. അങ്ങനെ അൻവാഉൽ ഇബാദത്തുകൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാൻ വാശി പിടിക്കണം. റസൂലുള്ള പറഞ്ഞ ഹദീസിൽ കാണാം, മൻ സ്വല്ല ലില്ലാഹി 40 യൗമൻ, ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി 40 ദിവസം നമസ്കരിക്കുകയാണ്, ഫി ജമാഅത്തിൻ, ജമാഅത്തോടുകൂടി, യുദ്രികു തക്ബീറത്തുൽ ഊല, ഒന്നാമത്തെ തക്ബീർ കിട്ടിക്കൊണ്ട്, കുത്തിബ ലഹു ബറാഅത്താൻ, 2 കാര്യങ്ങൾ അവൻ വിമുക്തനാകും, ബറാഅത്തു മിനന്നാർ വ ബറാഅത്തു മിനൻ നിഫാഖ്, നരകത്തിൽ നിന്നും നിഫാഖിൽ നിന്നും അവൻ മുക്തനാകുമെന്ന് റസൂലുള്ള പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ അൻവാഉൽ ഇബാദത്തുകൾ കൊണ്ട് പരിശുദ്ധ റമദാനിനെ ധന്യമാക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ പാരായണത്തിൻ്റെ ദിനരാത്രങ്ങളായിരിക്കണം പരിശുദ്ധ റമദാൻ. ഏത് സമയവും പരിശുദ്ധ ഖുർആൻ കണ്ടും കാണാതെയും ഓതിക്കൊണ്ടേയിരിക്കാൻ നമുക്ക് കഴിയണം. നോമ്പ് തുറപ്പിക്കാൻ കഴിയണം. മാതാപിതാക്കൾക്ക് പ്രത്യേകം നന്മകൾ ചെയ്യാൻ കഴിയണം. സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗവാക്കായി മാറണം. സൂറത്തുൽ ആലി ഇംറാനും സൂറത്തുൽ ബഖറയും പഠിക്കാനുള്ള സമയമുണ്ടാകണം. ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ നമുക്ക് സമയമുണ്ടാകണം. അസ്മാഉ വസിഫാത്തുകൾ പഠിക്കണം. രഹസ്യമായി സ്വതക്കകൾ ചെയ്യണം. ഇങ്ങനെ ധാരാളം ഇബാദത്തുകൾ. എന്നിട്ട് റമദാനിനെ പുണ്യങ്ങളുടെ പൂക്കാലമാക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ ഈ പുണ്യങ്ങളുടെ പൂക്കാലമാക്കുന്നതിന് പകരം അതിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവരിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, റുബ്ബ സ്വായിമിൻ, എത്രയെത്ര നോമ്പുകാരനാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് ബാക്കിയാകുന്നത് വിശപ്പ് മാത്രമാണ്. വറുബ്ബ ഖായിമിൻ, എത്രയെത്ര നിന്ന് നമസ്കാരക്കാരാണ്, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവരുടെ നൃത്തം കൊണ്ട് അവർക്ക് ബാക്കിയാകുന്നത് ക്ഷീണവും പ്രയാസവും മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കുറേയേറെ നോമ്പുകാർ. പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മൾ പെട്ടുപോകരുത്. അതിനെന്താ, അതിലെങ്ങനെ പെടുക? റസൂലുള്ള പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹു നിഷിദ്ധമാക്കിയത് പ്രവർത്തിക്കുന്ന മനുഷ്യൻ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട്. അവർ നാളെ തിഹാമ പർവ്വതം പോലെ നന്മകളുമായി ചില ആൾക്കാർ വരും. എന്നിട്ടോ അവർ ആ നന്മകളെല്ലാം ചിതറപ്പെട്ട ധൂളികളായി അവർക്ക് കാണപ്പെടും. റസൂലെ, അവരാരാണെന്ന് ഞങ്ങൾ വർണ്ണിച്ചു തന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങൾ രാവിനെ സ്വീകരിക്കുന്നത് പോലെ അവർ രാവിനെ സ്വീകരിക്കും, നിങ്ങൾ പകലിനെ സ്വീകരിക്കുന്നത് പോലെ അവരും സ്വീകരിക്കും. പക്ഷേ അവർ ഒറ്റക്കായാൽ അള്ളാഹു ഹറാമാക്കിയതിൽ അവർ മുഴുകുമെന്നാണ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മോശം സംസാരവും പ്രവൃത്തിയും നമ്മിൽ ഉണ്ടാകരുത്. ശിർക്ക് കലർന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുണ്ടാകരുത്. 5 നേരത്തെ നമസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥ നമ്മുടെ ഭാഗത്തുണ്ടാവരുത്. ഇങ്ങനെയെല്ലാം നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിനരാത്രങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനും റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.